കൃത്യം 11:30 ആയി കാണും. രാത്രി 11:30 ആയി. അപ്പോൾ ഞങ്ങൾ അറിയിച്ചുകൊണ്ട് ഇവൻ വേറെ കറുത്തിര് നായിയുടെ കണ്ടില്ലേ, പെരും കോറയാണ്. അപ്പം നിന്ന് ഞാനിവിടെ ഞാൻ പേടിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ ലൈറ്റ് അടിച്ചു നോക്കി ആ ഭാഗത്തൊന്നും കണ്ടില്ല. അത് കഴിഞ്ഞ് ഇതിലൂടെ ഇറങ്ങിയിട്ട് അവിടെ ഉള്ളതിന് ഞാൻ നോക്കാൻ പോയി. ചെന്നപ്പോഴാണ് സംഭവം ഇങ്ങനെ കടിച്ച അപശ്വാസം നിലയിൽ കിടക്കുകയാണ്. കൃത്യം കഴുത്തിനാണ് പിടിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കി. അത് കഴിഞ്ഞ് കുറച്ച് ഇതിനെ കാണാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയത് കണ്ണാണ് കണ്ടത് കേട്ടോ. കണ്ണ് ഒരു 3-4 സ്ഥലത്ത് താഴെ ഇറങ്ങിയിട്ട് ഇത് ലൈറ്റ് അടിക്കുമ്പോൾ എല്ലാം മാറുകയാണിത്. എല്ലാം മാറും. ഒന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് പതുക്കെ ഇങ്ങനെ കാട്ടിക്കിടം മാറും. ഉടൽ 1-2 പ്രാവശ്യം ഞാൻ കണ്ടെങ്കിൽ ശരിക്കും കേട്ടോ അതിൻ്റെ വലിപ്പം കൃത്യം നമുക്ക് പറയാൻ പറ്റില്ല. കാട്ടിൻ്റെ ഉള്ളിൽ കിടം എല്ലാം മാറിയപ്പോഴാണ് കണ്ടത്. നല്ല നീളമുണ്ട്. അതല്ല നല്ല വിട്ട കണ്ണാണ്. കണ്ണ് നല്ല ചുവന്നിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് സംഭവം. പിന്നെ അതാണ് ആദ്യം ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നല്ല പിടിച്ച് നടക്കാറായിപ്പോയി. മുകളിൽ വന്ന് കിടന്നു. ഒരു കടലാസ് റോസയുണ്ട്, അതിൻ്റെ ഇവിടെ ഒന്ന് കിടന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ സംഭവം താഴത്തേക്ക് കൊണ്ടുപോയി. അപ്പോഴൊന്നും ചത്തിട്ടില്ല. അതിനെ നല്ല പേര് വിളിച്ചത് നല്ല വാലാട്ടാണ്. ഇങ്ങനെ വാലിൽ നിന്നും ഇങ്ങനെ ആട്ടുവാണ്. അത് കഴിഞ്ഞ് 1 മണി ആറായപ്പോഴാണ് സംഭവം കൊണ്ടുപോയി. ഞങ്ങൾ വന്ന് കിടന്ന് ദേഷ്യം കഴിഞ്ഞ് പെരും നിലവിളി ഇത് കിടന്നിട്ട് ഈ അവസ്ഥ ജീവൻ പോയിട്ടില്ല. അതുകൊണ്ട് പെരും നിലവിളി. മറ്റേ നിലവിലുള്ള വേറെ നായകൾ പെരും കൊര. ചെന്നപ്പോൾ പിന്നെ കണ്ടത് താഴ്ത്തായിരുന്നു. പട്ടി കൊണ്ടുപോയിട്ടില്ല. അവിടുത്തെ നല്ല കഴി മാത്രമേ ഉള്ളൂ. അതിന് കൊണ്ടുപോയിട്ടില്ല. 1 മണി കഴിഞ്ഞ പിന്നെയാണ് സംഭവം കൊണ്ടുപോയത്. 1 മണി കഴിഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. പിന്നെ ഞങ്ങൾ പോയി കിടന്നു. നമ്മളിന്ന് രാവിലെ കൊടിയത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിക്കുമ്പോഴാണ് അറിയുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡ് തന്നെയാണ്. അപ്പം പിടിയപ്പാറ സെക്ഷൻ സ്റ്റാഫ് സ്ഥലത്തെത്തി നോക്കുമ്പോൾ ഇവിടെ ഒരു ലിഫ്റ്റിംഗ് നടന്നിട്ടുണ്ട്. ഒരു പട്ടിയെ പിടിച്ചിട്ടുണ്ട്. ഏതാണ്ട് ജീവി ഏതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നിരുന്നാലും കഴുത്ത് മുറിച്ചാണ് കൊണ്ടുപോയിരിക്കുന്നത്. ചങ്ങലയുള്ളതുകൊണ്ട് ആ ചങ്ങലയിൽ കുരുങ്ങി കഴുത്ത് അവിടെ ഉണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു വലിയ ജീവിയാവാൻ സാധ്യതയുണ്ട്. നമ്മളൊരു പുലിയ ആവാനൊരു സാധ്യത കാണുന്നുണ്ട്. അത്തരത്തിൽ നമുക്ക് നിഗമനത്തിൽ എത്തിയിട്ടില്ല. എന്നിരുന്നാലും നമുക്ക് ഈ സമീപ പ്രദേശങ്ങളിൽ ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് പുലിയുടെ സാമീപ്യം പറയുന്നുണ്ടായിരുന്നു. നിലവിൽ കാൽപ്പാടുകളും മറ്റൊന്നും കിട്ടിയിട്ടില്ല. മറ്റ് കാഷ്ടങ്ങളൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് നിലവിൽ കിട്ടിയിട്ടില്ല. എന്തായാലും ഇന്ന് ക്യാമറ ട്രാപ്പ് സ്ഥാപിക്കുന്നുണ്ട്. RRT വന്ന് പരിശോധിക്കും. രാത്രി പട്രോളിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും.